ഹായ് ഫ്രണ്ട്സ്, 10-25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. പേടിക്കണ്ട കേട്ടോ, പ്രേതകഥയൊന്നുമല്ല, ഒരു ചെറിയ മാങ്ങ കഥ. എൻ്റെ മൂത്താപ്പൻ്റെ വീട്ടിൽ വലിയൊരു മാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിറച്ചും മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന എൻ്റെ വീട്ടിലും അന്ന് നിറച്ചും മാങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള മാങ്ങക്ക് ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡും ഇല്ലായിരുന്നു. അത് ഞങ്ങൾ പറിച്ച് ഞാൻ വിൽക്കുകയൊക്കെ ചെയ്യലന്ന്. പക്ഷേ മൂത്താപ്പൻ്റെ വീട്ടിലുള്ള മാങ്ങക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരമായിരുന്നു, പച്ച തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മാങ്ങൻ്റെ ടേസ്റ്റ് അന്ന് കിട്ടിയതിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മാങ്ങ കഴിച്ചിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ആ മാങ്ങൻ്റെ ടേസ്റ്റ് നാവിലിങ്ങനെ വരുമ്പോൾ ഒരു കൊതിയാവും. എവിടുന്നെങ്കിലും ആയിട്ട് ആ ഒരു മാങ്ങ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കലുണ്ടായിനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈയിടെ താമസം മാറിയ പുതിയ വീട്ടിൽ ഒരു മാവ് കണ്ട് ഞാൻ. അതിൻ്റെ മുകളിലാണെങ്കിൽ ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകൾ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഒരു ദിവസം മാങ്ങ ഞാൻ കഴിക്കാനിടയായി. ചെറുതായിട്ടേ ഉള്ളൂ, ചെറിയ ഉണ്ണിമാങ്ങ. പക്ഷേ ആ ഉണ്ണിമാങ്ങ കഴിച്ചപ്പോൾ മുതൽ ഈ മാങ്ങല്ലേ, ഈ മൂത്താപ്പൻ്റെ വീട്ടിലെ ആ മാങ്ങൻ്റെ ടേസ്റ്റിക്ക് എവിടെയോ വന്ന് കത്തി. ഒരു നൊസ്റ്റാൾജിക്ക് പണ്ടത്തെ കാലത്തേക്ക് ഞാനങ്ങ് പോയിട്ടോ. അപ്പൊക്ക് തോന്നി ഇത് ആ മാങ്ങ തന്നെയാണോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഞാൻ ആ മാങ്ങ വലുതാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. അങ്ങനെ അവസാനം ആ മാങ്ങ പഴുത്തപ്പോൾ എന്താ പറയുക, ആ പണ്ടത്തെ ആ മാങ്ങൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നാവുമ്മൽ ഇങ്ങനെ തുമ്പത്തിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ മാങ്ങ കഴിക്കുന്നത്. എന്താണെന്നറിയില്ല, 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ടേസ്റ്റുള്ള ആ മാങ്ങ കിട്ടിയപ്പോണ്ടല്ലോ, എന്താ പറയണ്ടേന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു അന്ന് മൂത്താപ്പൻ്റെ അവിടെ ഉണ്ടായ ആ മാങ്ങ ആണ് കേട്ടോ അത് എന്നുള്ളത്. അതിന് ശേഷമാണ് എൻ്റെ പുരയുള്ള ബാക്കിയുള്ളവരൊക്കെ ആ മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ ഓൽക്കും മനസ്സിലായി ഇത് ആ മാങ്ങ ആണെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു മാങ്ങക്കാണോ ഞാൻ ഇത്രയും ഒരു ബിൽഡപ്പ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ഈ മാങ്ങ അതൊരു നൊസ്റ്റാൾജി തന്നെയാണ്. എന്നാ ശരി.